മാത്തമാറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ. ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ തിയറം ഇതാണ്. തിയറം ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t f of u du is equal to 1/s into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t. ഇതാണ് തിയറം. എഫ് ഓഫ് ടി എന്നുള്ളതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 to t f of u du, ഈ ഇൻ്റഗ്രലിൻ്റെ ഫംഗ്ഷൻ എഫ് എന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടിട്ട് എസ് കൊണ്ട് ഹരിച്ചാൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എസ് കൊണ്ട് ഹരിച്ചാൽ മാത്രം മതി. നേരത്തെ ഡെറിവേറ്റീവിൻ്റെ കണ്ടിരുന്നു. ഡെറിവേറ്റീവിൻ്റെ കാണാൻ എന്താ? ലാപ്ലേസ് ഓഫ് എഫ് ഡാഷ് ടി എന്തായിരുന്നു? എസ് ഇൻറ്റു ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 എന്നായിരുന്നു. എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എഫ് ഓഫ് 0 കുറയ്ക്കുക. ഇവിടെ നേരെ തിരിച്ച് എസ് കൊണ്ട് ഹരിക്കുക ചെയ്യുന്നത്. അവിടെ ഗുണിക്കലാണ്, ഇവിടെ ഹരിക്കലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് തിയറം. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, പ്രൂഫ് ഇതാണ്. പ്രൂഫ് ലെറ്റ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഡി യു ഈസ് ഈക്വൽ ടു സം ജി ഓഫ് ടി എന്ന് കൊടുക്കുക. ഇത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആ വരിക. കാരണം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം 0 to t കൊടുക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആ വരിക. അതിനെ ജി ഓഫ് ടി എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് ഭാഗത്തും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ദെൻ ബൈ നോക്ക്, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഡി യു എന്ന് പറഞ്ഞാൽ എന്ത് വരും എന്നറിയോ? ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഡി യു ഈസ് ഈക്വൽ ടു ജി ഡാഷ് ടി ആണ്. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഡി യു എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എവിടുന്ന്? ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ്. കാൽക്കുലസിലെ ഫണ്ടമെൻ്റൽ തിയറാണ് എന്ത്? ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ സിംപ്ലി എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ആണ് വരിക. ഡെറിവേറ്റീവ് ഓഫ് ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ ഫംഗ്ഷനായ എഫ് തന്നെ കിട്ടും. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രലും ഡെറിവേറ്റീവും ഒപ്പം വന്നാൽ രണ്ടും കൂടി ക്യാൻസലായി പോവും. ഫലത്തിൽ പിന്നെ ബാക്കി ഉണ്ടാകുക എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഡാഷ് ടി എന്ന് കിട്ടും. എഫ് ഓഫ് ടി ആണ് എന്ത്? ജി ഡാഷ് ടി. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഡാഷ് ടി. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഡാഷ് ടി എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഡാഷ് ടി. ഓക്കെ, now Laplace transform of f of t is equal to Laplace transform of f of t is equal to Laplace transform of g dash t. f of t എന്ന് പറഞ്ഞാൽ g dash t ആണല്ലോ. അപ്പോൾ Laplace of g dash t വരും. Laplace of g dash t by definition എന്താ? Laplace of g dash t നമുക്കറിയാം ഡെറിവേറ്റീവ്. Laplace transform of ഡെറിവേറ്റീവ് എന്താ? Laplace of g dash വരെ s into Laplace of g of t minus g of 0. now g of 0 എന്താ വരിക? g of t എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to t ആണ്. അപ്പോൾ g of 0 എന്താ വരിക? ഇൻ്റഗ്രൽ 0 to 0 എഫ് ഓഫ് യു ഡി യു എന്നാ വരിക. ഇൻ്റഗ്രൽ 0 to 0 എഫ് ഓഫ് യു ഡി യു എന്നാ വരിക. ഇൻ്റഗ്രൽ 0 to 0 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 ആണ് കിട്ടുക. സോ ദിസ് ഈസ് 0. g of 0 ഈസ് 0. therefore Laplace of f of t ഈസ് ഈക്വൽ ടു s into Laplace of g of t. s into Laplace of g of t minus g of 0 0 ആയി പോകും. സോ എസ് Laplace of f of t ഈക്വൽ ടു s into Laplace of g of t എന്ന് കിട്ടും. ഓക്കെ, സോ Laplace of g of t ഈക്വൽ ടു therefore Laplace of g of t is equal to Laplace of g of t equal to Laplace of f of t by s. എസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 1/s into Laplace of f of t എന്നാണ്. ലാപ്ലേസ് ഓഫ് ജി ഓഫ് ടി അവിടെ നിർത്തുക. എസിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ 1/s into Laplace of f of t വരും. 1/s into Laplace of f of t Laplace of g of t. നൗ ഇതിൽ നിന്നാണ് അടുത്ത സ്റ്റെപ്പ് എന്താ? therefore അടുത്ത സ്റ്റെപ്പ് ഇത് പറയാം. കാരണം g of t എന്താ? ഇൻ്റഗ്രൽ 0 to t f of u du. Laplace of 0 to t f of u du എന്താ? 1/s into Laplace of f of t. അപ്പോൾ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ബോക്സിലാക്കി വെക്കുക.
Laplace transform of integral 0 to t f of u du is equal to 1 by s into Laplace of f of t. അപ്പോൾ ഇതിന്റെ കൊറോളറി ആയിട്ട് ഇതിനെ ഈ തിയറത്തേക്കാൾ നമുക്ക് ഉപകാരപ്പെടുക കൊറോളറിയാണ്. കൊറോളറിയിൽ നമുക്ക് എന്ത് കിട്ടും? കൊറോളറി നോക്ക്, ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പവഴിയാണ്. നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാക്കാനുള്ള ഒരു റിസൾട്ട് അല്ല ഇത്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയാണ് ഇത് തരുന്നത്. എന്താ കൊറോളറി എന്ന് വെച്ചാൽ ലാപ്ലേൻ എങ്ങോട്ടുണ്ടായാൽ എന്താ വരിക? ലാപ്ലേ ഇൻവേഴ്സ് ഓഫ് 1 by s into Laplace of f of t. Okay, Laplace of f of t. Laplace of f of t is equal to integral 0 to t f of u du. നോക്ക്, Laplace inverse of 1 by s into Laplace of f of t is equal to integral 0 to t f of u du. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതാ Laplace inverse of 1 by s into s ഒരു 1 by s സ്ക്വയർ പ്ലസ് 1 കാണണം എന്ന് വിചാരിക്കുക. അപ്പോൾ നോക്ക് ഇങ്ങനെ 1 by s into s സ്ക്വയർ പ്ലസ് 1. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s into s സ്ക്വയർ പ്ലസ് 1 കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി അറിയോ? ഇത് നമുക്ക് അപ്പോൾ ഈ റിസൾട്ടിനെ എനിക്ക് നോക്ക് ഇങ്ങനെ എഴുതട്ടോ. ഈ റിസൾട്ടിനെ നമുക്ക് ലാപ്ലേസ് ഓഫ് f of t നമ്മൾ ക്യാപിറ്റൽ f of s എന്നല്ല എഴുതുക, ക്യാപിറ്റൽ f of s. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s into ഓർ ഇങ്ങനെ എഴുതുക. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s into ലാപ്ലേസ് ഓഫ് t നമ്മൾ f of s എന്ന് എഴുതും. 1 by s into f of s is equal to integral 0 to t f of u du. ഇത് ഇവിടെ കേസ് സെൻസിറ്റീവ് ആണ് കേട്ടോ. ക്യാപിറ്റൽ എഫ് സ്മോൾ എഫ് ഒക്കെ എഴുതുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. നമുക്ക് തോന്നിയ പോലെ എഴുതരുത്. ഇത് ക്യാപിറ്റൽ എഫ് ആണ്. ലാപ്ലേസ് ഓഫ് സ്മോൾ എഫ് ക്യാപിറ്റൽ എഫ് ആണ്. ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. സ്മോൾ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടപ്പോൾ കിട്ടിയ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് ഇത്. ഇതോ സ്മോൾ എഫ് ഓഫ് ടീൻ്റെ തന്നെ എഫ് ഓഫ് യു ആണ്. അപ്പോൾ നോക്ക് 1 by s ന്റെ എഫ് ഓഫ് എസ് എന്താ സാധനം? ഈ എഫ് ഓഫ് എസിന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് കാണാം. ഈ എഫ് ഓഫ് എസിന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ആണ് എഫ് ഓഫ് ടി. ആ ടിക്ക് പകരം യു എടുത്തിട്ട് എഫ് ഓഫ് യു ഡി യുന്റെ ഇൻ്റഗ്രൽ ചെയ്യുക, ഇൻ്റഗ്രൽ 0 to t ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ നോക്ക്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതുകൊണ്ടുള്ളൊരു ഉപയോഗിച്ചിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നോക്ക്, ഏതാണ് ക്വസ്റ്റ്യൻ? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എക്സാമ്പിൾ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s into s സ്ക്വയർ പ്ലസ് 1. ഇത് കാണണം എന്ന് വിചാരിക്കുക. അപ്പോൾ ആക്ച്വലി നമുക്കിത് എങ്ങനെയൊക്കെ ചെയ്യണം? നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ എങ്ങനെ കണ്ടത്? a by s പ്ലസ് ബി എസ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ഇൻ്റഗ്രേഷൻ അല്ല, ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത്? a by s ബി എസ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്നിട്ട് എ ബി സി ഒക്കെ കണ്ടെത്തി, എന്നിട്ട് സമ്മായിട്ട് എഴുതി, എന്നിട്ട് രണ്ടിൻ്റെ ഇൻവേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടു, എന്നിട്ട് ആഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇതങ്ങനെ ഒന്നും ചെയ്യേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട്, ഈ റിസൾട്ട് ഏതാ? നമ്മളെ കൊറോളറി രണ്ടാമത്തെ റിസൾട്ട്. രണ്ടാമത്തെ ഇത് നേരത്തെ നമ്മൾ ടിക്കറ്റ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി ബോക്സ്, ഇത് രണ്ടാമത്തേതാണ്. ഓക്കെ, ഇതാണ് ഇതിനേക്കാളും നല്ലത് ഇതാണ് എഴുതുന്നതാണ്. അപ്പോൾ ഇത് എഴുതി. ഇത് നോക്ക്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ട് ആരെ വിചാരിച്ചാൽ മതി? ടേക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1 by s സ്ക്വയർ പ്ലസ് 1. 1 by s സ്ക്വയർ പ്ലസ് 1 ഇതെടുത്താൽ ഇത് ക്വസ്റ്റ്യൻ എന്തായി മാറി? ദെൻ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s into s സ്ക്വയർ പ്ലസ് 1 ബിക്കംസ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s into ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. കാരണം എന്താ? 1 by s into 1 by s സ്ക്വയർ പ്ലസ് 1 ആണ് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഇതെന്താ സാധനം? ബൈ കൊറോളറി ഇൻ്റഗ്രൽ 0 to t സ്മോൾ എഫ് ഓഫ് യു ഡി യു ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി എഫ് കണ്ടുപിടിക്കണം, സ്മോൾ എഫ് കണ്ടുപിടിക്കണം. ആ സ്മോൾ എഫ് എന്താ? ഈ ക്യാപിറ്റൽ എഫിൻ്റെ ഇൻവേഴ്സ്. where small f of t equal to Laplace inverse of capital F of s. Small f of t equal to Laplace inverse of capital F of s, which is equal to Laplace inverse of capital F of s. എന്താ? 1 by s square plus 1. 1 by s square plus 1. Laplace inverse of 1 by s square plus 1 എന്താ? sin t. sin t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണല്ലോ 1 by s square plus 1. sin t എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ therefore നമ്മളെ ക്വസ്റ്റ്യൻ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s into s സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഡി യു. എഫ് ഓഫ് ടി സൈൻ ടി ആണെങ്കിൽ എഫ് ഓഫ് യു എന്താ? സൈൻ യു ഡി യു. സൈൻ യു ഡി യു വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ യു എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് യു ഫ്രം 0 to t വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ടി മൈനസ് കോസ് 0 പ്ലസ് 1. That is 1 minus cos t. ഇതാണ് ആൻസർ.
ശരിയാണോ നോക്ക്, ശരിയാണോ നോക്കാൻ നമുക്ക് വളരെ എളുപ്പം. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒക്കെ ഇൻവേഴ്സ്, ലാപ്ലേസ് ഇൻവേഴ്സ് ഒക്കെയാണ് ചോദ്യമെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഉത്തരം കിട്ടിയത് ശരിയാണോ നോക്കാം. എന്ത് ചെയ്താൽ മതി, അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കിട്ടുന്നോ നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഇവിടെ ഈ ലാപ്ലേസ് ഇൻവേഴ്സ് കാണാനുള്ളതും ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടാൽ നമ്മളെ ചോദ്യം കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. കിട്ടിയ ഉത്തരത്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടാൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഈ 1/s² + 1 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. നോക്കുക, ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടാൽ എന്താ വരിക? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 - cos t ഈസ് ഈക്വൽ ടു 1. ലാപ്ലേസ് ഓഫ് 1 ഈസ് 1/s മൈനസ് ലാപ്ലേസ് ഓഫ് cos t ഈസ് s/s² + 1 which is equal to s² + 1 into 1. s² + 1 minus s into s² divided by s into s² + 1. s² ക്യാൻസൽ ചെയ്താൽ 1/s into s² + 1. 1/s into s² + 1 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ മാർക്ക് ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയാണോ നോക്കാൻ ഒരു മിനിറ്റ് കൊണ്ട് വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക. ലാപ്ലേസ് ഓഫ് ദിസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ആൻസർ കറക്റ്റാണ്. അപ്പോൾ ഇതാണ് ആൻസർ. 1 - cos t ആണ് ആൻസർ. അപ്പോൾ നോക്ക്, ഇത് ആക്ച്വലി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പമല്ല ഇത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഇത്ര സ്റ്റെപ്പ് വന്നത്. നിങ്ങൾക്കിത് ഇനിയും വേണമെങ്കിൽ ചുരുക്കിയൊക്കെ എഴുതാം വേഗം. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനൊക്കെ ഉള്ള അല്ലെ മത്സര പരീക്ഷകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് നേരിട്ട് മനസ്സിൽ ആൻസർ ചെയ്യണമെങ്കിൽ മനസ്സിൽ ഇങ്ങനെ കണ്ടാൽ മതി. മനസ്സിൽ ഇൻ്റഗ്രൽ 0 to t ഇത് എന്ന് പറഞ്ഞാൽ 1/s into capital F(s) ആണ്. അപ്പോൾ എന്ത് വരിക? ഇൻ്റഗ്രൽ 0 to t into 1/s² + 1 ഇൻവേഴ്സിൻ്റെ ഇൻ്റഗ്രൽ 1/s² + 1 ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ sin t ആണ്. അപ്പോൾ sin u du എന്ന് എഴുതുക. എന്നിട്ട് ഇത് മനസ്സിൽ കാണുക. അപ്പോൾ ആൻസർ കിട്ടും 1 - cos t എന്ന് കിട്ടും. അപ്പം പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പ് തന്നെ ആൻസർ ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ ഒന്നാമത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്റ്റെപ്പൊക്കെ എടുത്ത് ഇത്ര ടൈമൊക്കെ എടുക്കുന്നത്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുകൊണ്ടുള്ള മെച്ചം. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കുക. വേറൊരു പ്രോബ്ലം, ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s² into s² + a². ഫൈൻഡ് f of t if Laplace of f of t is equal to 1/s² into s² plus a². Laplace of f of t equal to 1/s² into s² plus a². നോക്ക്, ലാപ്ലേസ് ഓഫ് f of t ഇതാണെങ്കിൽ f of t എന്ത്? അപ്പോൾ ചോദ്യം എന്ത് തന്നെയാണ് ശരിക്കും? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ദിസ് എന്നാണ് ചോദ്യം. ലാപ്ലേസ് ഓഫ് f of t ഇതാണെങ്കിൽ f of t എന്തെന്ന് ചോദിച്ചാൽ ലാപ്ലേസിനെ എങ്ങോട്ട് ഉണ്ടാകാൻ മതി? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s² plus a² എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s² into s² plus a² എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ എങ്ങനെ തുടങ്ങാം? നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് 1 നമുക്ക് ഇവിടെ നോക്ക് 1/s² ഇൻറ്റു ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ക്യാപിറ്റൽ F(s) എന്തെടുക്കേണ്ടി വരും? 1/s ഇൻറ്റു പിന്നെ 1/s into s² plus a² ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താൽ, ഒറ്റയടിക്ക് ഇത് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ 1/s പുറത്ത് കൊടുത്ത് പിന്നെ ബാക്കി 1/s into s² plus a² ഉണ്ട്. പക്ഷേ ഈ F(s)ൻ്റെ ഇൻവേഴ്സ് നിങ്ങൾക്ക് അറിയോ? ഇല്ല. ഇതിൻ്റെ ഇൻവേഴ്സ് നിങ്ങൾക്ക് അറിയൂല. 1/s into s² plus a² നേരിട്ട് മനസ്സിലറിയില്ലല്ലോ, നേരിട്ട് അറിയില്ലല്ലോ. ഇത് വേറെ ചെയ്തു നോക്കുകയൊക്കെ വേണ്ടേ? അപ്പോൾ ആദ്യം നമ്മൾ ഇത് ചെയ്യുക, ഈ പ്രോബ്ലം ആദ്യം ചെയ്യുക, എന്നിട്ട് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റെപ്പ് 1 ആയിട്ട് ഞാൻ ആദ്യം കാണുന്നത് സ്റ്റെപ്പ് 1 ടു ഫൈൻഡ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ്, ആദ്യം ഇത് കാണാം, 1/s into s² plus a². സ്റ്റെപ്പ് 1ൽ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s into s² into s² plus a² ആണ് കാണേണ്ടത്. പക്ഷെ നമ്മൾ s into s² plus a² ആണ് ആദ്യം കാണുന്നത്. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s into s² ആണ് ടു ഫൈൻഡ് ദിസ്. സ്റ്റെപ്പ് 1 ടു ഫൈൻഡ് ദിസ്. ഓക്കെ, ടേക്ക് ക്യാപിറ്റൽ F(s) ആയിട്ട് എന്തെടുക്കുക? 1/s² plus a² എടുക്കുക. 1/s² plus a². ദെൻ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s into s² plus a² ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s into ക്യാപിറ്റൽ F(s) എന്ന് വരും. which is equal to integral 0 to t f of u du, where small f of t എന്താ? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ F(s), which is equal to ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ F(s) ഇവിടെ എന്താ? 1/s² plus a². ഇത് നമുക്കറിയാം. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s² plus a² അറിയാം. എന്താണത്? 1/s² plus a² ലാപ്ലേസ് ഇൻവേഴ്സ് എന്താ? a/s² plus a² നമുക്കറിയാം sin 80. അതിൽക്ക് എന്താ കുറവുള്ളത്? ഒരു a കുറവുണ്ട്. അപ്പോൾ sin 80 ഡിവൈഡഡ് ബൈ a, 1/a
സൈൻ 80 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഇതിന് ഞാൻ കൂടുതൽ സ്റ്റെപ്പ് ഒന്നും ചെയ്യില്ല. ഇത് ശരിക്കും ഇങ്ങനെയാണ് ലാപ്ലേ ഓഫ് 1/a ഇൻറ്റു a/s² പ്ലസ് a². 1/a പുറത്തെടുത്തിട്ട് ലാപ്ലേ ഇൻവേഴ്സ് ഓഫ് a/s² പ്ലസ് a² എന്ന് പറഞ്ഞാൽ എന്താ സൈൻ 80. അപ്പോൾ 1/a സൈൻ 80 എന്ന് കിട്ടും. 1/a സൈൻ 80. Therefore ലാപ്ലേ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു a² പ്ലസ് a², ഇത് തന്നെ ഒന്നും കൂടി എഴുതി, ഈസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t f of u du. What is f? What is small f? Small f is 1/a sin 80. So 1/a sin au du. f of t ആണ് 1/a sin 80. f of u ആവുമ്പോൾ എന്താവും? 1/a sin au ആവും. 1/a sin au du which is equal to 1/a പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ sin au എന്താ? മൈനസ് കോസ് au ഡിവൈഡഡ് ബൈ a ഫ്രം 0 to t. So it is 1/a യും പുറത്തെടുത്താൽ 1/a² ഇൻറ്റു മൈനസ് കോസ് 80 മൈനസ് കോസ് a0, ദാറ്റ് ഇസ് പ്ലസ് കോസ് a0. പ്ലസ് കോസ് a0 എന്ന് പറഞ്ഞാൽ കോസ് 0, കോസ് 0 1. അപ്പോൾ ആൻസർ വരിക, ആൻസർ കിട്ടിയത് 1/a² ഇൻറ്റു 1 മൈനസ് കോസ് 80. 1/a² ഇൻറ്റു 1 മൈനസ് കോസ് 80. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1ൻ്റെ ആൻസർ. സ്റ്റെപ്പ് 1ൻ്റെ ആൻസർ കിട്ടി. ഇനി നമ്മൾ സ്റ്റെപ്പ് 2 ചെയ്യുമ്പോൾ ടു ഫൈൻഡ് ലാപ്ലേ ഇൻവേഴ്സ് ഓഫ് 1/s² ഇൻറ്റു, രണ്ടാമത് നമ്മൾ ഒറിജിനൽ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റെപ്പ് 2ലാണ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 2 1/s² ഇൻറ്റു a² പ്ലസ് a² ലാപ്ലേ ഇൻവേഴ്സ്. അപ്പോൾ എഫ് ഓഫ് എസ് നമ്മൾ എന്ത് എടുക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കണം, എസ് ഇൻറ്റു a² പ്ലസ് a²ൻ്റെ s ഇൻറ്റു a² പ്ലസ് a² ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ട് എടുക്കണം. അങ്ങനെയാണ് ലാപ്ലേ ഇൻവേഴ്സ് ഓഫ് 1/s² ഇൻറ്റു a² പ്ലസ് a² എന്ന് പറഞ്ഞാൽ ലാപ്ലേ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എഫ് ഓഫ് എസ്. കാരണം എന്താ? 1/s ഇൻറ്റു ഇത് ചെയ്താൽ എന്ത് കിട്ടും? 1/sഉം ഈ എസും കൂടി 1/s² ആവും. 1/sഉം ഈ 1/sഉം കൂടി 1/s² ആവും. പിന്നെ 1/s² പ്ലസ് a² ഉണ്ടാവും. അപ്പോൾ എഫ് ഓഫ് എസ് എന്താ എടുക്കേണ്ടത്? 1/s ഇൻറ്റു a² പ്ലസ് a². 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t സ്മോൾ എഫ് ഓഫ് യു ഡി യു. പുതിയ എഫ്, കഴിഞ്ഞ എഫ് അല്ല കേട്ടോ, ഇത് പുതിയ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പുതിയ ക്യാപിറ്റൽ എഫ്, പുതിയ ക്യാപിറ്റൽ എഫും പുതിയ സ്മോൾ എഫ് ഒക്കെയാണ്. പുതിയ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്, അതുകൊണ്ട് തന്നെ പുതിയ സ്മോൾ എഫ് ഓഫ് ടി ആണ് കിട്ടുക. സോ പുതിയ സ്മോൾ എഫ് ഓഫ് യു ആണ് കിട്ടുക. സ്റ്റെപ്പ് 2 ആണ്, ശരിക്കും ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് 2 ആണ്. അപ്പോൾ മാറ്റുന്നുണ്ട്. അപ്പോൾ 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ഇൻ്റഗ്രൽ 0 to f of u, വേർ എഫ് ഓഫ് ടി ഈക്വൽ ടു ലാപ്ലേ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്, ലാപ്ലേ ഇൻവേഴ്സ് ഓഫ് 1/, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താ? 1/s ഇൻറ്റു a² പ്ലസ് a², s ഇൻറ്റു a² പ്ലസ് a², വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ ആൻസർ എന്താ കിട്ടിയ? കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ ലാസ്റ്റ് ആൻസർ, കഴിഞ്ഞ സ്റ്റെപ്പിലെ ലാസ്റ്റ് ആൻസർ എന്താ? ഇതിൻ്റെ ആൻസർ കിട്ടിയ 1/a² ഇൻറ്റു 1 മൈനസ് കോസ് 80. 1/a² ഇൻറ്റു 1 മൈനസ് കോസ് 80. അതുകൊണ്ട് ഇനി നമ്മളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ therefore ലാപ്ലേ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് s² ഇൻറ്റു a² പ്ലസ് a² എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to t f of u du. വാട്ട് ഈസ് എഫ് ഓഫ് യു? ഇതാണ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എഫ് ഓഫ് യു വരിക 1/a² ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t ഇത് വരും. എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ 1/a² ഇൻറ്റു 1 മൈനസ് കോസ് au du വിച്ച് ഇസ് ഈക്വൽ ടു 1/a² പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ 0 to t 1/a² ഇൻറ്റു ഇതാ ഇൻ്റഗ്രൽ 0 to t 1 du എന്ന് പറഞ്ഞാൽ u മൈനസ് കോസ് auൻ്റെ ഇൻ്റഗ്രൽ സൈൻ au മൈനസ് സൈൻ au ഫ്രം 0 to t സൈൻ au ബൈ a. u മൈനസ് സൈൻ au ബൈ a which is equal to 1/a² ഇൻറ്റു t മൈനസ് സൈൻ 80 ബൈ a, t മൈനസ് സൈൻ 80 ബൈ a. പിന്നെ u 0 കൊടുക്കുമ്പോൾ ഇതും 0 ആവും, ഇതും 0 ആവും, അങ്ങനെ വരും. 1/a² ഇൻറ്റു t മൈനസ് 1/a² ഇൻറ്റു t മൈനസ് സൈൻ 80 ബൈ a, 1/a² ഇൻറ്റു t മൈനസ് സൈൻ 80 ബൈ a. ദിസ് ഈസ് ദ ആൻസർ. ഇനി ഇത് ശരിയാണോ എന്ന് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ ചെക്ക് ചെയ്യേണ്ടത്? ലാപ്ലേ ട്രാൻസ്ഫോം കാണുക. ഉത്തരത്തിൻ്റെ ലാപ്ലേ ട്രാൻസ്ഫോം കണ്ടാൽ ക്വസ്റ്റ്യൻ കിട്ടണം. അപ്പോൾ ഉത്തരത്തിൻ്റെ ലാപ്ലേ ട്രാൻസ്ഫോം കണ്ടാൽ എന്താ വരിക? 1/a² പുറത്തെടുത്ത് ടീൻ്റെ ലാപ്ലേ ട്രാൻസ്ഫോം വരിക 1/s² മൈനസ്
സൈൻ 80 1/a ഇൻറ്റു സൈൻ 80 ആണ്. അപ്പോൾ 1/a ഇൻറ്റു സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരിക a/s² പ്ലസ് a² വിച്ച് ഈസ് ഈക്വൽ ടു 1/a² ഇൻറ്റു ഈ എയും ഈ എയും ക്യാൻസൽ ആയി പോകും. s² പ്ലസ് a² മൈനസ് s² ഡിവൈഡഡ് ബൈ s² ഇൻറ്റു s² പ്ലസ് a². ഇവിടെ s² ക്യാൻസൽ ആയി പോവും. a² ഉണ്ടാവും. ഈ a² ക്യാൻസൽ ആവും. ബാക്കി കിട്ടുക 1/s² ഇൻറ്റു s² പ്ലസ് a². ഇത് തന്നെയല്ലേ ചോദ്യം. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇതാണെങ്കിൽ ലാപ്ലേസ് ഇൻവേഴ്സ് ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുമ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. സോ ആൻസർ ഈസ് കറക്റ്റ്. ദെയർഫോർ അപ്പോൾ ഞാൻ 2 പ്രോബ്ലം ഞാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഹോംവർക്കാണ്, നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് തരാം. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.